കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ജിൻവുവിനെ കാണിച്ചുകൊണ്ടാണ്. ജിൻവു ഇപ്പൊ ഒരു ബൊട്ടിക്കിലേക്ക് എത്തുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സ്റ്റാഫായ യങ് ജിൻവുവിനെ വെൽക്കം ചെയ്ത് അവന് ഡ്രസ്സൊക്കെ കാട്ടിക്കൊടുക്കാണ്. ജിൻവുവിന്റെ കണ്ണ് പെട്ടെന്ന് ഉടക്കുന്നത് അവിടെയുള്ള ഒരു പീസിലാണ്. അതിനെപ്പറ്റി അവൻ തിരക്കുമ്പോൾ പ്രൈസ് കേൾക്കുന്നവന് അത് കുറച്ച് എക്സ്പെൻസീവ് ആയി തോന്നുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞവൻ പോകാനേ ഒരുങ്ങുമ്പോഴേക്കും യങ് അവനെ പിടിച്ചു നിർത്തി. സാർ, ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലാണ്, ഇത് ഒരേ ഒരു പീസേ ഉള്ളൂ, സാറിന് ഞാൻ ഡിസ്കൗണ്ടും തരാന്നൊക്കെ പറഞ്ഞ് അവള് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ജിൻവു അവളെ സൂക്ഷ്മമായി ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ പാറി പറന്ന് കിടക്കുന്ന മുടി ഒരു സൈഡിൽ നിന്ന് ആ ചെവിയുടെ അവിടെ ഒതുക്കി വെച്ചു കൊടുത്ത ശേഷം എന്തോ ഒന്ന് ഫീൽ ചെയ്യുന്ന കണക്ക് കണ്ണുകൾ അടച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഇയാൾ കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ എങ്ങ് നിൽക്കുന്നു. അടുത്ത നിമിഷം ജിൻവു എന്തിനാ വെറുതെ കള്ളം പറയുന്നത്, ഇത് ലാസ്റ്റ് പീസാണെന്ന് കള്ളം പറഞ്ഞതല്ലേന്ന് എങ്ങിനോട് ചോദിക്കുമ്പോൾ യങ് ആകെ അമ്പരന്ന് പോകുന്നുണ്ട്. കാരണം അതെ, പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. എന്തായാലും ജിൻവു പറഞ്ഞത് സംഭവം സത്യമാണ്. അത് ഒരൊറ്റ പീസൽ ഉണ്ടായിരുന്നത് അവനെ കൊണ്ട് മേടിപ്പിക്കാനായി യങ് കള്ളം പറഞ്ഞതാണ്. പോകാനായി ഒരുങ്ങുന്ന ജിൻവു യങ്ങിനോട് പറയുന്നുണ്ട് അവളുടെ കൈയൊക്കെ ഒന്ന് സൂക്ഷിക്ക്, പരിക്ക് പറ്റാൻ ഈ സാധ്യതയുണ്ടെന്ന്. അവളാകട്ടെ ജിൻവു അവിടെ നിന്ന് പോകുമ്പോ ജിൻവു പറഞ്ഞൊന്നും കാര്യമാക്കില്ല. പക്ഷെ അന്ന് ഷോപ്പില് ഓരോ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഷാർപ്പായ എന്തോ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് യങ്ങിന്റെ കൈക്ക്, പ്രത്യേകിച്ച് ആ ഒരു വിരലിന് പരിക്കേൽക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ജിൻവുവിനൊരു പ്രത്യേകതയുണ്ട്. അവനൊരു പെൺകുട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ അവൾക്ക് അടുത്തതായി എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്നതിനെ പറ്റി അവന് മനസ്സിലാക്കാനായി സാധിക്കും. ആ ഒരു കാര്യം കൊണ്ടാണ് മുന്നേ എങ്ങനെ തൊട്ട ശേഷം അവൾക്ക് കൈക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ജിൻവു അതിനെപ്പറ്റി ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. എന്നാലും ഇപ്പൊ അങ്ങനെ സ്ട്രീറ്റിലൂടെ ജിൻവു നടക്കുന്ന ടീം അവൻ ഒരു ഷോപ്പിൽ നിൽക്കുന്ന ഹി എന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. ഹിയെ കണ്ടപാടെ എന്ത് സുന്ദരിയാണ് അവൾ എന്ന രീതിക്ക് അവൻ ഒരു നിമിഷം മതി മറന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഹി ആകട്ടെ റോഡിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കുന്ന ആളെ കണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ജുൻവു പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോന്നു. ജുൻവു അവൻ ഈ സ്ത്രീകളെ തൊട്ട് അവരുടെ ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ആ ഒരു കഴിവ് വെച്ച് അവന്റെ സുഹൃത്തായ പാർക്കിനെ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട്. പാർക്ക് ഒരു ഫോർച്യൂൺ ടെല്ലറായി ചെറിയൊരു സർവീസ് നടത്തുന്നുണ്ട്. അവിടെ ഭാവി അറിയാനൊക്കെ ആയി എത്തുന്ന ആളുകളെ ഇതുപോലെ തൊട്ടവരുടെ ഭാവി മനസ്സിലാക്കി അത് അവരോട് പറഞ്ഞു കൊടുത്ത് കാശ് വാങ്ങിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പാർക്ക് നടത്തുന്ന ആ ഒരു ഫോർച്യൂൺ ടെല്ലിംഗ് ഷോപ്പിലേക്ക് അന്ന് വളരെ യാദൃശികമായി രണ്ട് പെൺകുട്ടികൾ എത്തുന്നുണ്ട്. അതിലൊരാൾ കഴിഞ്ഞ ദിവസം ജിൻവു ഷോപ്പിൽ വെച്ച് കണ്ടു നോക്കി നിന്ന ഹി ആയിരുന്നു. ഹീയുടെ ഭാവി പ്രവചിക്കാനായി ഇരിക്കുന്ന ടീം ജിൻവുവിന് ഹീക്ക് മാരകമായ ഒരു അപകടം പറ്റാൻ പോകുന്നു എന്ന കാര്യം വ്യക്തമാവുന്നുണ്ട്. പക്ഷെ അവൾ അത്തരം വലിയ അപകടത്തിലേക്ക് പോവുകയാണ് എന്നത് അവൻ ആ കണ്ട വിഷ്വൽ അതേപടി വിവരിച്ച് അവളോട് പറയാനുള്ള ധൈര്യം അവനില്ല. അതുകൊണ്ട് അവൾ സേഫ് ആയിട്ടിരിക്കണം, എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു എന്ന രീതിക്ക് അങ്ങ് തൊടാതെ ഒരു സൂചന മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്തായാലും അവളെ വരാൻ പോകുന്ന ആപത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തോന്നുന്ന അവൻ ഹീയെ ഫോളോ ചെയ്യുന്നു. ഹീ ഒരു കോസ്മെറ്റിക് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന ജിൻവു അതേ ഷോപ്പിൽ പാർട്ട് ടൈം ജോലിക്ക് കയറുകയും അവളുടെ ഒരു ബോഡി ഗാർഡായി അവൾ പോലും അറിയാതെ കൂടെ നടക്കാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കോസ്മെറ്റിക് ഷോപ്പിൽ കൂടുതലും എത്തുന്നത് പെൺകുട്ടികളാണ്. അവിടുത്തെ സ്റ്റാഫ്സും അങ്ങനെയാണ്. ജിൻവു ആണ് അവിടെ ഇപ്പോൾ ഉള്ള ഒരേ ഒരു മെയിൽ സ്റ്റാഫ്. ജിൻവുവിന് അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ചമ്മലും മടിയൊക്കെ ഉണ്ടെങ്കിലും അവൻ അവിടെ അങ്ങനെ നിൽക്കുന്നു. പ്രത്യേകിച്ച് മടിയെന്ന് എടുത്തു പറയാൻ കാരണം ഈ ഒരു കോസ്മെറ്റിക് ഷോപ്പിലുള്ളത് കൊണ്ട് തന്നെ മേക്കപ്പ് പ്രോഡക്റ്റുകളുടെ മറ്റ് സാമ്പിൾസ് കൊടുക്കുന്ന ടീം അവരുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അവരെ പറ്റിയുള്ള കാര്യം തനിക്ക് മനസ്സിലാവും. പിന്നെ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റും എന്ന ആ ഒരു രീതിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെ രക്ഷപ്പെടുത്താനായി തല പുകച്ച് അത് തനിക്ക് വെറുതെ അനാവശ്യ പണിയാണെന്ന് അറിയാവുന്നത് കൊണ്ടും കൂടിയാണ്. ജിൻവു ആകട്ടെ ഇവിടെ ജോലിക്ക് കയറിയിരിക്കുന്നത് അവൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് ആണെന്നും അവന് പഠന ആവശ്യങ്ങൾക്കായി ഒരു പാർട്ട് ടൈം ജോലി വേണം, എന്തായാലും താൻ പഠനത്തിൽ നിന്ന് ഒരു വലിയ ലോങ് ലീവ് എടുത്ത് ഇവിടെ ഇങ്ങനെ ജോലിക്ക് വന്നിരിക്കുകയാണ് എന്ന രീതിക്കൊക്കെയാണ്. എന്തായാലും കോസ്മെറ്റിക് ഷോപ്പിന്റെ പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ കറങ്ങി നടക്കുന്നത് ജിൻവു ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഇയാൾ കാരണമാണോ ഹീക്ക് പ്രശ്നം പറ്റാൻ പോകുന്നതെന്നൊക്കെ ഡൗട്ട് ആകുന്ന അവൻ അയാളെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഹീയെ ഒന്നുകൂടെ തൊട്ടാലേ അവളുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ അവന് മനസ്സിലാവും. പക്ഷെ അവന്റെ ഗേൾ ഫ്രണ്ടോ ഒന്നും അല്ലാത്ത അവളെ അങ്ങനെ ചുമ്മാ പോയി തൊടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിച്ച് സ്റ്റോർ റൂമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ, അതായത് തൊടുമ്പോ എന്തായാലും ഇവനൊരു വൃത്തികെട്ടവനാണ്, ഇവനെന്തോ ദുരുദ്ദേശം ഉണ്ടെന്നൊക്കെ അവൾക്ക് ഡൗട്ട് ആകും, സ്വാഭാവികമാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും തോന്നാത്ത രീതിയിൽ അവളെ തൊടാനായി അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ഒരു നല്ല അവസരവും അവന് ലഭിക്കുന്നില്ല. അങ്ങനെ അവൻ നിരാശയിൽ അന്നത്തെ അവിടുത്തെ ജോലി കഴിഞ്ഞ് ഇറങ്ങാനായി തുടങ്ങുമ്പോൾ ഹേ അവന്റെ കൂടെ വരുന്നുണ്ട്. അവളിങ്ങനെ കാഷ്വലി അവനോട് ഓരോന്ന് സംസാരിക്കുന്നു, അവനെ പറ്റി കൂടുതൽ ചോദിച്ചറിയാൻ നോക്കുന്നു. ആ സമയത്തൊക്കെ അവൻ പറയുന്നതൊക്കെ പച്ച കള്ളാണ്. അതായത് അവനിവിടെ ഒരു സ്റ്റുഡന്റ് ആണ്, പാർട്ട് ടൈം ജോലി എന്ന രീതിയിൽ ഇവിടെ വന്നതാണ് എന്ന രീതിയിൽ തന്നെയാണ് അവൻ സംസാരിക്കുന്നതൊക്കെ കള്ളാണല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ചു വരുന്ന സമയത്താണ് അവിടേക്ക് ഒരാൾ എത്തുന്നത്. അയാളുടെ പേര് സിയോ എന്നാണ്. സിയോ മറ്റാരുമല്ല ഹേയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന കാര്യം അപ്പോഴാണ് ജിൻവു മനസ്സിലാക്കുന്നത്. ജിൻവുവിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് സിയോയുടെ കൂടെ വണ്ടിയിൽ കയറി ഹേ പോകുമ്പോൾ ജിൻവുവിന് കുറച്ച് നിരാശയാവുന്നുണ്ട്. എന്നിരുന്നാലും അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊരു ചിന്ത അവന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം അവൻ ഇപ്പൊ പാർട്ട് ടൈം ജോലിക്ക് ചെന്നിരിക്കുന്നത് അങ്ങനെ അങ്ങ് കളയുന്നില്ല. അവിടെ തന്നെ അവൻ നിൽക്കുന്നു. എന്തായാലും അങ്ങനെ അവിടെ ജിൻവു ജോലി ചെയ്യുന്ന ടീം അവൻ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരേ ഒരു മെയിൽ സ്റ്റാഫ് ആണല്ലോ. ആദ്യമായിട്ട് അവർ അവിടെ ജോലിക്ക് എടുത്ത ഒരു മെയിൽ സ്റ്റാഫ്. അതിന്റെ ഓണർ അവനിങ്ങനെ ഭയങ്കര അംബീഷ്യസ് ആയ ഒരു യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ്, അവന് ജോലി അത്യാവശ്യമായതുകൊണ്ട് പഠനത്തിൽ നിന്ന് ലീവ് എടുത്ത് സാഹചര്യങ്ങൾ മൂലം ജോലിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവന് ജോലിക്കെടുത്തത്. പുള്ളിക്കാരിക്ക് അവന് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷിൻ എന്നാണ് ഓണർ ലേഡിയുടെ പേര്. ആ പുള്ളിക്കാരി ജിൻവുവിന് വേണ്ടി അവിടെ ഒരു വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കരോക്കെ ബാറിൽ എല്ലാവരും കണ്ടുമുട്ടുകയും അവരവിടെ ഹാപ്പിയായി പാട്ടുപാടി ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യം ജിൻവു ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും നിനക്ക് വേണ്ടിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഷിൻ ജിൻവുവിനെ കൂട്ടിക്കൊണ്ടു പോയതാണ്. ഈ പാർട്ടി ഒന്നും ഒട്ടും തന്നെ ജിൻവുവിന് കംഫർട്ടബിൾ ആയിരുന്നില്ല. അവൻ ഇവരോട് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. കൂടാതെ ഇവരെ ആരെങ്കിലും അറിയാതെ അവൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് സംഭവിക്കും എന്ന ഒരു പുലിവാലി പിടിച്ച് അവൻ നടക്കണമല്ലോ. ഇപ്പൊ തന്നെ അവൾക്ക് വലിയൊരു ആപത്ത് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അവൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വലിയ താല്പര്യമില്ലാതെ അവിടെ ഇരിക്കുകയും പിന്നീട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ഹീയും അവന്റെ കൂടെ പോകുന്നുണ്ട്. എന്ത് പറ്റി, പാർട്ടി ഇഷ്ടമല്ലേന്ന് ജിൻവു ഹിയോട് ചോദിക്കുമ്പോൾ എനിക്ക് ഡ്രിങ്ക്സ് അടിക്കാനും വലിയ താല്പര്യമില്ല, പിന്നെ ഈ പാർട്ടിയും എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് ആണെന്ന് അവൾ പറയുമ്പോൾ ഏതാണ്ട് അതേ കണക്കാണ് ഇവനും ഡ്രിങ്ക്സ് അടിക്കാനൊട്ടും താല്പര്യമില്ല, ഒപ്പം തന്നെ ഇതുപോലെ പാർട്ടി പങ്കെടുക്കാനും ഇഷ്ടമല്ല, നമ്മുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് ഒരുപോലെയാണല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴി ഒരു ചെറിയ പാർക്ക് കാണുകയും വളരെ സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന ഹി അവിടെയുള്ള ഊഞ്ഞാലിൽ ഇരുന്ന് ആടുകയും ചെയ്യുന്നു. അത് കാണുന്ന ജിൻവുവിന് അവൻ ഇതുപോലെ ഊഞ്ഞാലി ആടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ സെയിം ഊഞ്ഞാലിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ടെംപ്ടേഷന്റെ പുറത്ത് കൊച്ചു കുട്ടികളൊക്കെ ഇരുന്ന് കളിപ്പാട്ടം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി കളിക്കില്ല, അതുപോലെ ഊഞ്ഞാലാടുകയാണ്. പെട്ടെന്നാണ് ഈ രണ്ടുപേരും ഒരേ ഊഞ്ഞാലിലാണുള്ള കാര്യം മനസ്സിലാക്കി ഹി ഇറങ്ങി എന്നാ ശരി പോട്ടെ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ചമ്മൽ അവിടെ നിന്ന് പോകുന്നത്. ഹി പോകുന്ന ആ ഒരു സമയത്തും ജിൻവു അവളെ പറ്റി തന്നെ ആലോചിക്കായിരുന്നു. ഏതാണ്ട് അവന്റെ മനസ്സിൽ അവൾ ഇടം പിടിച്ച കണക്ക്. അടുത്ത ദിവസമായിട്ട് അവൾ ജോലി സ്ഥലത്ത് ഇട്ടുകൊണ്ട് വന്ന ഹീൽസ് ഹീക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആണ്. അവൾ അതുകൊണ്ട് കുറെ പാടുപെടുന്നെന്ന് തോന്നുന്ന ജിൻവു അവളെ കൂട്ടിക്കൊണ്ട് പോയി അടുത്തുള്ള ഷോപ്പിൽ നിന്ന് സ്നീക്കേഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. വെറുതെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നില്ല, ഇത് ഇട്ടാ പോരെന്നൊക്കെ അവൻ ചോദിച്ച് നല്ലൊരു ഫ്രണ്ടായി നിന്ന് അവൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൾ അത് റിജക്ട് ചെയ്യുന്നില്ല. അവളുടെ വരാൻ പോകുന്ന ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് അഡ്വാൻസ് ആയിട്ട് തരുന്നു എന്ന രീതിക്ക് അവൻ കൊടുക്കുമ്പോൾ അവൾക്ക് ഒരിക്കലും അത് റിജക്ട് ചെയ്യാനേ പറ്റുന്നില്ല. അവനായിട്ട് ഇങ്ങനെ ഹീൽസ് മാറ്റി മനഃപൂർവ്വം സ്നീക്കേഴ്സ് വാങ്ങിച്ചു കൊടുത്തതിന് പിന്നിൽ കംഫർട്ടബിൾ ആയി ഇരിക്കട്ടെ എന്നതിന് പുറമെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അവൾ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ഒരു സീൻ അവൻ കണ്ടിരുന്നല്ലോ, അതില് അവളുടെ തലേന്നൊക്കെ രക്തം വരുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവൾ ഏതോ ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മറിഞ്ഞു വീണ കണക്ക് തറയിൽ കിടക്കുകയായിരുന്നു. കാലില് നല്ല ഹീൽസ് ഉണ്ടായിരുന്നു. ആ ഹീൽസ് സ്ലിപ്പായതോ ഒടിഞ്ഞതോ വല്ല ആയിരിക്കാം അങ്ങനെ വീണതിന് കാരണമെന്നൊക്കെ തോന്നുന്നവൻ ഇനി ഇതൊരു അപകടത്തിന് വഴിവെക്കേണ്ടെന്ന രീതിക്കാണ് നൈസായിട്ട് അത് ഓപ്പണായി പറയാതെ അവൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അന്ന് അവൻ കൊടുത്ത ഗിഫ്റ്റും ഒക്കെ ആയിട്ട് അവളന്ന് ജോലി കഴിഞ്ഞ് പോകാനായി ബസ്സിൽ കയറുമ്പോഴേക്കും അതേ ബസ്സിലേക്ക് അവനും കയറുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നവൾ അവനൊരിക്കലും തന്റെ വീടിന്റെ അതേ റൂട്ടിലേക്കല്ല മറ്റേത് വഴിക്കാണ് പോകുന്നതെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ രീതി ചോദിച്ചത്. അവനാകട്ടെ അതിനും അവളോട് ഒരു കള്ളം പറയുന്നു. അങ്ങനെ അവർ ബസ്സിൽ അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന സമയം അവളാകട്ടെ ഉറക്കം തൂങ്ങി അവന്റെ തോളിലേക്ക് ചാരുന്നു. അവൾ ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തുന്നവൻ പതിയെ അവളുടെ കൈയിലേക്ക് തൊടുന്നുണ്ട്. ഈ സമയത്ത് അവന് കുറച്ചുകൂടെ കാര്യങ്ങളെ പറ്റി വ്യക്തത ലഭിക്കുന്നു. അതായത് അവൾക്ക് എന്തോ വലിയ അപകടം പറ്റുന്നവന് മനസ്സിലായിരുന്നു. അവൾ സ്ലിപ്പായോ മറ്റോ ഹൈറ്റിൽ നിന്ന് വീണ് അപകടം പറ്റുന്നതാണെന്ന് അവൻ അത് കണ്ട് വിചാരിച്ചിരുന്നെങ്കിലും ആക്ച്വലി അതല്ല, ആരോ മനഃപൂർവ്വം അവൾ ഉപദ്രവിക്കുന്നതാണെന്ന് ഇപ്പൊ കിട്ടുന്ന ഇല്യൂഷനിൽ നിന്ന് അവന് വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണമെന്ന് അവൻ ഉറപ്പിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൻ ജോലിക്ക് കോസ്മെറ്റിക് ഷോപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ ഉടമയായ ഷിന്നായിട്ട് അവരുടെ ലാപ്ടോപ്പിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് നോക്കാനേ ജിൻവുവിനെ വിളിക്കുന്നു. നോക്കുമ്പോൾ ചെറിയൊരു വൈറസിന്റെ പ്രശ്നമാണ്, അത് വേഗം തന്നെ റെഡിയാക്കാന്ന് പറഞ്ഞ് അവിടെ വർക്ക് ചെയ്യാനേ ഇരിക്കുന്ന ജിൻവുവിന് ആ ഒരു സിസ്റ്റം റെഡിയാക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്സസ് ചെയ്യാനേ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഹീയുടെ വീടിന്റെ അഡ്രസ്സ് അവൻ ആരും കാണാതെ നോട്ട് ചെയ്തെടുക്കുന്നു. അന്നാകട്ടെ ഹീയുടെ വീടിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിച്ച ജിൻവു അങ്ങോട്ടേക്ക് അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ചെല്ലുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് തന്റെ ബോയ് ഫ്രണ്ട് ആയ സിയോയുടെ കൂടെ ഒരു കറക്കത്തിന് പോയിട്ടുണ്ടായിരുന്ന ഹീ മടങ്ങി എത്തുന്നു. അവരുടെ കണ്ണിപ്പെടാതെ കറക്റ്റ് ആ സമയത്ത് അവിടെ എത്തുന്ന ജിൻവു മാറി നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഹീ ജിൻവുവിനെ കണ്ട് എന്തെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ അടുത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ വന്നതാണെന്ന രീതിക്ക് അവൻ പറയുന്നുണ്ട്. എന്തായാലും ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഹീയുടെ ബോയ് ഫ്രണ്ട് ആയ സിയോ ബൈ പറഞ്ഞു പോകുമ്പോൾ അവിടെ ഇരുന്നവർ സംസാരിക്കുന്നുണ്ട്. ഈ സമയം സിയോയെ മുന്നേ കണ്ടതുകൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റിയാണ് അവർക്കിടയിൽ സംസാരം നടക്കുന്നത്. ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് റിലേഷൻഷിപ്പിലാണ്, പക്ഷെ ഇതുവരെ ഒരു പ്രപ്പോസൽ നടന്നിട്ടില്ല. അവിടേക്ക് ഇങ്ങനെ ഡേറ്റിങ്ങിന് ശേഷം ആ പ്രണയത്തിലുള്ളവർക്ക് മാരേജ് ചെയ്യാനായി, അതായത് ഈ ഒരു പ്രണയം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനായി താല്പര്യം ഉണ്ടെങ്കിൽ അവര് റിംഗ് ഒക്കെ ഇട്ട് മാരേജിന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രപ്പോസൽ ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല എന്ന് മറ്റുള്ള സിയോ തന്നെ എങ്ങനെ ഇപ്പൊ കാണുന്നു, തന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ കറക്റ്റ് ആയി മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങും പറയുമ്പോൾ സങ്കടപ്പെടേണ്ട എന്ന് അവളെ ആശ്വസിപ്പിക്കുകയാണ് ജിൻവു. അവൾ ശരിക്കും ഹാപ്പി ആയിട്ടിരിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഒരുപാട് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് അവൻ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ അവനോട് ബൈ പറഞ്ഞ് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാനായി പോകുന്ന സമയത്ത് അവനും തിരിച്ചവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴാണ് ഇടയ്ക്ക് അവൻ സംശയാസ്പദമായ സാഹചര്യത്തിൽ കോസ്മെറ്റിക് ഷോപ്പിന്റെ അവിടെ വെച്ച് കണ്ട അതേ വ്യക്തിയെ ഇവിടെ വീണ്ടും കാണുന്നത്. താൻ ആരാ എന്താന്ന് ചോദിച്ച് അയാളെ പിടിച്ചു നിർത്തി സംസാരിക്കാനായി ജിൻവു നോക്കുമ്പോഴേക്കും അയാളുടെ ദേഹത്ത് തൊടുന്ന അവന് അയാളെ പറ്റിയുള്ള ചില ഇൻസൈറ്റ്സ് ലഭിക്കുന്നുണ്ട്. അയാൾ ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്നതായി ജിൻവുവിന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അയാളാകട്ടെ ഇവൻ ഇത്രയും മനസ്സിലാക്കി വരുമ്പോഴേക്കും അവനെ പിടിച്ച് തള്ളി അവിടെ നിന്ന് ഓടാൻ നോക്കുന്നത് കൊണ്ട് തന്നെ ആരാണ് ആ പെൺകുട്ടി എന്നത് വ്യക്തമായി അവന് മുഖം കാണാനായി സാധിക്കുന്നില്ല. അത് ഹീ ആവാം, ഹീ ആവാതിരിക്കാം. എന്തായാലും അയാൾ
അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അടുത്ത ദിവസം ഷോപ്പിലേക്ക് ഹേ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ടെൻഷൻ ആവുന്ന ജിൻവു അവളെ കാണാനായി അന്ന് അവന്റെ ജോലി കഴിഞ്ഞ ഉടനെ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അവൾ അപ്പാർട്ട്മെന്റിന് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവളെ അതേ ആള് ആക്രമിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ജിൻവു അങ്ങോട്ടേക്ക് എത്തുന്നത്. ജിൻവു അയാളെ തടയാനായി നോക്കുമ്പോഴേക്കും അയാൾ ജിൻവുവിനെ പരിക്കേൽപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. കാരണം ദൂരെ നിന്ന് പോലീസ് വണ്ടിയുടെ സൈറൻ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ ഇവിടെ നിന്നാല് പണി പാളുമെന്ന് അയാൾക്കറിയാം. ഹേക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അവള് കാരണം ജിൻവുവിന് പരിക്കേറ്റു എന്ന ഒരു വലിയ ടെൻഷനും ഒപ്പം തന്നെ ഇനി എന്തായിരിക്കും സംഭവിക്കുക, ആരാണ് ഇയാൾ, അയാൾ എന്തിനാ തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതെന്ന് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയും. എന്തായാലും ഇനി ഇതിന്റെ ഒന്നും പുറകെ നടക്കണ്ട എന്ന രീതിക്ക് ജിൻവു എത്തുന്നുണ്ട്. അവൻ അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ ക്വിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നു. ആ ഒരു സമയത്ത് അത് മനസ്സിലാക്കുന്ന ഹേയ്ക്ക് ഭയങ്കര സങ്കടം. അവൻ എന്തുകൊണ്ട് ജോലി കളയുന്നു എന്നത് ഇഷ്ടപ്പെടാത്ത അവൾ അവന്റെ കൂടെ ഒരു ഡേ ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. ആ ഒരു ടൈം അവർ അവിടെയുള്ള നല്ല സ്ഥലങ്ങളൊക്കെ കാണുകയും വളരെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ജോലി അവൻ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേ അവൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവനെ വളരെയധികം മിസ് ചെയ്യാൻ തുടങ്ങുന്ന കണക്കൊരു ഫീലിംഗ് അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിരിയുന്നതിന് മുന്നേ അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അത് അവൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നെങ്കിലും അപ്പോഴേക്കും അവളെ ഒട്ടും കെയർ ചെയ്യാത്ത അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ടിൽ നിന്ന് അവളെ വളരെയധികം കെയർ ചെയ്യുന്ന ജിൻവുവിലേക്ക് അവളുടെ അറ്റൻഷൻ മാറിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ അത് തടയുന്നില്ല. അങ്ങനെ അവൻ അവളോട് യാത്ര പറഞ്ഞു പോകാനായി നിൽക്കുന്ന സമയം അവളെ വളരെ സ്നേഹത്തോടെ ഒന്ന് തൊടുമ്പോഴേക്കും അവന് വീണ്ടും ചില ഇല്യൂഷൻ വരുന്നു. അതിൽ വീണ്ടും അവൾക്ക് അപകടം പറ്റുന്ന കണക്ക് ഒരു ഇല്യൂഷൻ ആണുള്ളത്. മുന്നേ ഇതേ കണക്ക് തോന്നിയിട്ടാണ് അവളെ ഹെൽപ്പ് ചെയ്യാനായി അവൻ കൂടെ കൂടിയതെങ്കിലും പിന്നീട് അവളെ തൊടുമ്പോ അങ്ങനെ ഒന്നും സംഭവിക്കാത്ത കണക്കൊരു തോന്നല് ഇനി വന്നതുകൊണ്ടാണ് അവൻ ജോലി ഉപേക്ഷിക്കാനായി മൂവ് ഓൺ ചെയ്യാനും തീരുമാനിച്ചത്. പക്ഷെ വീണ്ടും അതേ കാര്യം അവൻ ഇവിടെ കാണുന്നു. അങ്ങനെ വീണ്ടും കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകാനായി തന്നെ ജിൻവു തീരുമാനിക്കുന്നു. തുടർന്ന് അവൻ അവിടെ അന്വേഷിക്കുന്ന സമയത്താണ് ഇടയ്ക്ക് ഹേയുടെ ബോയ് ഫ്രണ്ട് ആയ സിയോയ്ക്കും ഇടയിൽ ഒരു കണക്ഷൻ ഉള്ളത് മനസ്സിലാവുന്നത്. ഇതിന്റെ ഇടയിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അപ്പോ സിയോയുടെ രഹസ്യം പുറത്ത് ലീക്കാകാതിരിക്കാനായി സിയോ തന്നെ അയാളെ കൊല്ലിച്ചതാണെന്ന് ജിൻവുവിന് വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിയോയെ നന്നായി തന്നെ ഫോളോ ചെയ്യുന്ന ജിൻവു ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയ ഒരു ലേഡിയുമായി സിയോയ്ക്ക് ബന്ധമുണ്ടെന്നും അവൻ ഹിയോട് കാണിക്കുന്ന ഇഷ്ടമൊക്കെ തന്നെ ഫേക്ക് ആണെന്നതും കണ്ടെത്തുന്നു. സിയോ ഹിയുടെ പേരിലെ ഇൻഷുറൻസ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളെ അപായപ്പെടുത്തി അത് നേടിയെടുക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്ന ജിൻവു എന്തായാലും സിയോയെ പറ്റി അറിഞ്ഞ സത്യങ്ങൾ ഹിയോട് തുറന്നു പറയാനായി ജിൻവു ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഹിയെ അവളുടെ ബോയ് ഫ്രണ്ട് ആയ സിയോ കൂട്ടിക്കൊണ്ടുപോയെന്ന കാര്യമാണ് അവൻ അറിയുന്നത്. അവർ പോയിരിക്കുന്നത് നംസാൻ ടവറിലേക്കാണ്. നംസാൻ ടവർ എന്നത് കൊറിയയിലെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അത് കൊറിയയിലെത്തുന്ന ടൂറിസ്റ്റുകളൊക്കെ തന്നെ അവിടുത്തെ ഒരു പ്രധാന സ്ഥലമായി കാണുന്ന ഒന്നാണ്. അതായത് വലിയ സംഭവമൊന്നുമില്ല, ഒരു ടവർ. പണ്ട് കമ്മ്യൂണിക്കേഷനും ഒബ്സർവേഷൻ ടവറും ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടവർ ആയിരുന്നു അത്. ഇപ്പൊ അത് പ്രത്യേകിച്ച് കൊറിയയിലെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൂടാതെ സോളിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പോയിന്റും ആണ് അത്. അപ്പൊ അവിടേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ അവന് ടെൻഷൻ ആവുന്നുണ്ട്. ഈ സിയോയുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നല്ലവണ്ണം ഹിയെ ഡ്രിങ്ക്സ് അടിപ്പിച്ച ശേഷം ആ ഒരു ഹയസ്റ്റ് പോയിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പൊ അതിന് മുകളിൽ കൊണ്ടുപോയി അവള് തള്ളിയിടുക. അവൾ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി താഴെ വീണ് ബാലൻസ് തെറ്റി താഴെ വീണ് മരിച്ചു എന്ന രീതിക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ച് അവളുടെ പേരിൽ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് തുക കൈക്കലാക്കാം എന്നതാണ്. അങ്ങനെ അവിടെ എത്തിച്ച് അവളെ ഉപദ്രവിക്കാനായി സിയോ നോക്കുമ്പോഴേക്കും അവിടെ എത്തുന്ന ജിൻവു അത് തടയാൻ നോക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഹിയെ രക്ഷപ്പെടുത്താനായി ജിൻവുവിന് സാധിക്കുന്നുണ്ടെങ്കിലും അവന് പരിക്കേൽക്കുന്നുണ്ട്. എന്നിരുന്നാലും സിയോയെ കൈയോടെ പിടികൂടുന്നു. അങ്ങനെ തെറ്റ് ചെയ്ത സിയോയ്ക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ സാധിക്കുകയും തുടർന്ന് അവൻ ജീവൻ രക്ഷപ്പെടുത്താൻ ഇത്രയേറെ പാടുപെട്ട ഹിയും ഒന്നിച്ച് ഹാപ്പിയായി ജീവിച്ചു തുടങ്ങുന്നിടത്ത് ജീവു ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഹി യഥാർത്ഥ സ്നേഹം ഡിസേർവ് ചെയ്യുന്നു. അവൾ സ്നേഹിക്കപ്പെടേണ്ടവളാണ്, അവൾ അതിന് ഡിസേർവ് ചെയ്യുന്നു എന്നവൻ പറഞ്ഞ കണക്ക് തന്നെ അവൾക്ക് സ്നേഹം ഒരുപാട് നൽകുന്ന, അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ജീവുവിനെ അവൾക്ക് കൂട്ടായി ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ കൊണ്ട് ഈ ഒരു കുഞ്ഞു കഥയും ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.